ടി ജി മോഹൻദാസ്, നരേന്ദ്രമോദി പിടിച്ച പുലിവാലാണോ കനയ്യകുമാറിനെ ഇപ്പോൾ തൊട്ടത്? അയ്യോ, നരേന്ദ്രമോദി എന്ത് പുലിവാല് പിടിച്ചു? നരേന്ദ്രമോദി കനയ്യകുമാറിനെ തൊട്ടിട്ടുമില്ല. കനയ്യകുമാറിൻ്റെ പേരിലുള്ള ആരോപണങ്ങളുടെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ലോക്കപ്പിലായിരുന്നു. 10 ദിവസം കഴിഞ്ഞിട്ട് ജയിലിൽ നിന്ന് ടെമ്പററി ഒരു ജാമ്യം കിട്ടി പുറത്തിറങ്ങി. ഇതിലിപ്പോൾ നരേന്ദ്രമോദി എന്താ പുലിവാല് പിടിച്ച്? അത്ര നിസ്സാരമായി കാണാൻ പറ്റുന്നതല്ലോ ടി ജി മോഹൻദാസ്. അതായത് കനയ്യകുമാറിന്റെ പുറത്തുള്ള ആരോപണം രാജ്യദ്രോഹമാണ്. എടുത്ത കേസുകളുടെ വകുപ്പുകളൊക്കെ നോക്കിയാൽ ഒരിക്കലും ജാമ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നതല്ല. ദിവസങ്ങൾക്ക് ശേഷം ഇതാ പുറത്തിറങ്ങി. ഇന്നലെ രാത്രി JNUവിൽ വലിയ പ്രസംഗം നടത്തിയ ഒരു വിദ്യാർത്ഥി നേതാവായിരുന്ന കനയ്യകുമാർ ദേശീയ നേതാവാകുന്ന കാഴ്ചയാണ് കാണുന്നത്. അല്ല, അത് പെട്ടെന്നുണ്ടായൊരു മെമ്മറി ലാപ്സാണ്. 8000 രാജ്യദ്രോഹ കേസുകളാണ് കൂടംകുളത്തിൽ രജിസ്റ്റർ ചെയ്തത്. അത് സോണിയാഗാന്ധിയുടെ കാലത്തായതുകൊണ്ട് ആർക്കും വിഷമമൊന്നും ഉണ്ടായില്ല. അവിടെ പാകിസ്ഥാൻ സിന്ദാബാദൊന്നും വിളിച്ചില്ല. ജയലളിതയ്ക്ക് എഴുതിയതല്ല മുദ്രാവാക്യം. കോവനെ അറസ്റ്റ് ചെയ്തത് 124A വകുപ്പ് വെച്ചിട്ടാണ് തമിഴ്നാട്ടിൽ. ആർക്കും ഒരു പ്രയാസം ഉണ്ടായില്ലല്ലോ. ഹാർദിക് പട്ടേലിനെ അറസ്റ്റ് ചെയ്തത് 124A വെച്ചിട്ടാണ്. രാജ്യദ്രോഹ കുറ്റമാണ്. ഇതുപോലെ വലിയ ബഹളം ഉണ്ടാക്കിയ ആളാണ്. ഇതിനേക്കാൾ വലിയ ബഹളം 2 ലക്ഷം പേരൊക്കെയാണ് ഹാർദിക് പട്ടേൽ വിളിച്ചു കൂട്ടിയത്. കഴിഞ്ഞ ദിവസം ഞാൻ ജന്തർ മന്ദിറിൽ നോക്കിയപ്പോൾ 12 പേരുണ്ട്. എന്തിനാണ് ഡോക്ടർ ലാൽ ഈ ഉണ്ടയില്ല വെടികളൊക്കെ? 2-3 ദിവസമൊക്കെ പൊട്ടിക്കാം, കുഴപ്പമൊന്നുമില്ല, നടക്കട്ടെ, എഴുന്നള്ളത്തൊക്കെ നടക്കട്ടെ. പക്ഷേ ഇപ്പോൾ പല ദിവസങ്ങളായി പൊട്ടിച്ച വെടി വീഡിയോകൾ കാണിച്ചതും അതുപോലെ പാർലമെന്റിൽ കൊണ്ടുവന്ന് കാണിച്ച രേഖയും ഒക്കെ ഉണ്ടയില്ല വെടിയായി പോയല്ലോ. അതൊന്നും കോടതിക്ക് പോലും ദഹിച്ചില്ല. കനയ്യയെ പുറത്തു വിട്ടു. പാർലമെന്റിൽ കൊണ്ടുവന്ന രേഖയൊക്കെ ഇതാരോ കൊണ്ടുവന്നതാണ്, ഏതോ സംഘടനകളുടേതാണ്, ഇത് ഈ രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്തപ്പെട്ടവരുടെ ചെയ്തികളല്ല എന്നും ഒക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നല്ലോ. ഉണ്ടയില്ല വെടി ആരുടേതാണ് ശരിക്കും ടി ജി മോഹൻദാസ്? അത് ലാൽ ആ ബെയിലിൻ്റെ ഓർഡർ വായിച്ചു നോക്കാഞ്ഞിട്ടാണ്. ആ ബെയിൽ ഓർഡർ തുടങ്ങുന്നത് തന്നെ പഴയ ഒരു രാജ്യസ്നേഹ സിനിമാ ഗാനം വെച്ചിട്ടാണ് പ്രതിഭ റാണി അത് എഴുതി തുടങ്ങിയിരിക്കുന്നത്. അത് അവസാനിപ്പിച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഒരു ഓറൽ മെഡിസിനാണ്. ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഗാംഗ്രീൻ ആകും, അപ്പോൾ ഓപ്പറേഷൻ തന്നെ വേണ്ടി വരും, സർജറി വേണ്ടി വരും എന്നാണ്. ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? രാജ്യദ്രോഹ കുറ്റം ചുമത്തി കോടതിയിൽ ഹാജരാക്കിയ ഒരു പ്രതിയെക്കുറിച്ചാകുമ്പോൾ, അത് ജാമ്യത്തിൽ വിടുന്ന വിധിയിലാകുമ്പോഴും ആ FIRനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കോടതിക്കും ചൂണ്ടിക്കാട്ടേണ്ടി വരും. പക്ഷേ അയാളെ ജാമ്യത്തിൽ വിടാൻ തന്നെയാണ് കോടതിക്ക് തോന്നിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രസക്തം. ടി ജി മോഹൻദാസ്, 8001 പേരെ തമിഴ്നാട്ടിൽ വിട്ടുനിന്ന് ഇതുപോലെ ജാമ്യത്തിൽ നിങ്ങൾ അറിഞ്ഞില്ലേ? കൂടംകുളം സമരം നടത്തിയ 8000 പേരും ഒരു കോവനും. ജയലളിതയെ പേടിയായതുകൊണ്ട് മാധ്യമങ്ങളാരും മിണ്ടിയില്ല. പേടിയില്ലാത്ത മാധ്യമങ്ങൾ, തെഹൽക്ക തന്നെ, നിങ്ങളുടെ സ്വന്തം ഇടതുപക്ഷത്തിൻ്റെ സാധനമാണ് തെഹൽക്ക, അവരത് റിപ്പോർട്ട് ചെയ്തു. 8000 124A അറിഞ്ഞിരുന്നോ? അവിടെ ഒന്നും കണ്ടില്ലല്ലോ ഈ ആവേശം. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു പാകിസ്ഥാൻ എലമെൻ്റ് ഉണ്ട്. കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രിയപ്പെട്ട ഒരു രാജ്യമാണല്ലോ പാകിസ്ഥാൻ. അതിൻ്റെ എലമെൻറ്റ് വന്നു. അതിനകത്ത് തീവ്രവാദികൾ വന്നു, അഫ്സൽ ഗുരു വന്നു, മഖബൂൽ ഭട്ട് വന്നു. അപ്പോൾ അവർക്ക് നൊന്തു. മറ്റേത് പാവങ്ങൾ ഫിഷർമെന്നാണ് കൂടംകുളത്ത്. ഇതൊക്കെ നിങ്ങൾ പറയുന്നതാണ്. മഖബൂൽ ഭട്ടും ഒന്നും തന്നെ ഇവരുടെ കനയ്യകുമാറിന്റെ പ്രസംഗങ്ങളിലില്ല, അവരുടെ പ്രകടനങ്ങളിലില്ല. അതൊക്കെ നിങ്ങൾ കൂട്ടിച്ചേർത്തതാണ് എന്നതാണ് കണ്ടെത്തിയത്. ഞാൻ തിരിച്ചു വരാം. മുഹമ്മദ് റിയാസ്, ഇതാണ് കനയ്യകുമാർ തിളങ്ങി നിൽക്കുമ്പോഴും മോദിക്കെതിരെ ഇപ്പോൾ വലിയ പ്രസംഗം നടത്തി വലിയ നേതാവായി വരുന്ന കാഴ്ചയിലും ടി ജി മോഹൻദാസിനെ പോലുള്ളവർക്ക് പറയാനുള്ളത്. ഒന്ന്, കനയ്യകുമാറിൻ്റെ വിഷയവും JNUവും രോഹിത് വെമുലയും നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. രോഹിത് വെമുല വിഷയം മുതൽ കനയ്യകുമാറിൻ്റെ വിഷയം വരെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ കേരളത്തിലെ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കലാലയങ്ങളിൽ ഇടപെടുന്നു, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട JNU പോലുള്ള കലാലയങ്ങളിൽ വളരെ ബോധപൂർവ്വം ഇടപെടുന്നത് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇവിടെ എനിക്ക് വളരെ കൃത്യമായിട്ട് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ശ്രീ മോഹൻദാസ് ഉൾപ്പെടെ പറയേണ്ടത്, അദ്ദേഹം ഇവിടെ പറഞ്ഞു പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ച പ്രശ്നം. ഇവിടെ കനയ്യകുമാർ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചു എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള തെളിവ്? ഇല്ലാത്ത വ്യാജമായ വീഡിയോ ഉൾപ്പെടെ ഉണ്ടാക്കിയത് പുറത്ത് വന്നിട്ട് നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നത് ശരിയാണോ? ഒന്ന്. രണ്ടാമത്തത്, നിങ്ങൾ അധികാരത്തിൽ വന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വർഗീയ രാഷ്ട്രീയ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി. പക്ഷേ നിങ്ങൾക്ക് കിട്ടിയ വോട്ടിംഗ് പെർസെൻറ്റേജ് 31%.
31% വോട്ടിംഗ് പെർസെൻറ്റേജ് ഉള്ള നിങ്ങൾ 69% പേർ നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ല. അതൊരു വസ്തുതയാണ്. 69% വരുന്ന ഇന്ത്യയിൽ വോട്ട് ചെയ്ത ജനസംഖ്യയിലുള്ളവർ നിങ്ങൾക്കെതിരാണ്. ഇനി നിങ്ങൾ പറയുന്ന ഈ 31%-ത്തിലുള്ളവരിൽ എത്ര പേർ നിങ്ങളുടെ ഈ ഹൈന്ദവ രാഷ്ട്രം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഫാസിസ്റ്റ് പ്രവണതകൾ നിറഞ്ഞ ഇടപെടലിനെ പിന്തുണക്കും? ഇതിൽ നിന്ന് ഉത്തരം പറഞ്ഞാൽ നല്ല ഇതാവുമെന്നാണ് തോന്നുന്നത്. രാജ്യസ്നേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകുന്നവർ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ഘാതകരാണോ എന്ന ചോദ്യം ഫേസ്ബുക്കിലും വാട്സപ്പിലും നിറയുകയാണ്. അപ്പം നിങ്ങൾ എന്തെന്ന് നാട് തിരിച്ചറിയുന്നുണ്ട്. അവിടെ നിന്നെങ്കിലും നിങ്ങൾ തിരുത്താൻ തയ്യാറാകണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നത്. നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇപ്പോഴും പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് കനയ്യകുമാർ വിളിച്ചു എന്നൊക്കെ ഒരു ചാനലിൽ വന്ന് പറയുമ്പോൾ ഇത് ഇന്ന് എങ്ങനെയാണ് പുതിയ തലമുറയും ജനവും കാണുന്നതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ശ്രീ പ്രവീൺ, JNUവിലെ ഒരു ഗവേഷകനാണ് താങ്കൾ. ആ അർത്ഥത്തിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ബോധമുള്ള ആൾ കൂടിയാണ്. ഇപ്പോൾ ഇതാ കനയ്യകുമാർ തിരിച്ച് JNUവിൽ എത്തി ഈ രീതിയിൽ ആവേശത്തോടുകൂടി വിദ്യാർത്ഥികളുടെ സ്വീകരണം ഏറ്റുവാങ്ങി മുന്നോട്ട് പോകുമ്പോൾ, നരേന്ദ്രമോദിക്കെതിരെയുള്ള വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകുമ്പോൾ, സ്വാതന്ത്ര്യം ഇന്ത്യയിൽ നിൽക്കുന്നതിനാണ്, ഇന്ത്യയിൽ നിന്നല്ല സ്വാതന്ത്ര്യം വേണ്ടത്, ഇന്ത്യക്കകത്ത് ജീവിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് വേണ്ടത് എന്ന് കനയ്യകുമാർ പറയുമ്പോൾ TG മോഹൻദാസ് ഒക്കെ കാണുന്നത് പാകിസ്ഥാന് വേണ്ടി സിന്ദാബാദ് വിളിച്ച, പാകിസ്ഥാൻ അനുകൂല, അഫ്സൽ ഗുരു അനുകൂല മുദ്രാവാക്യം വിളിച്ച ആളുകളാണ് നിങ്ങൾ JNUക്കാർ എന്ന് തന്നെയാണ്. മോഹൻദാസിനെ പോലുള്ള സംഖ്യ ആളുകളെല്ലാം ഈ പറയുന്നത് അവരവരുടെ മുൻവിധികൾ വെച്ചാണ്. അതിനോടൊന്നും ഒരു പരിധി കഴിഞ്ഞ് പ്രതികരിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. JNUവിൽ നമ്മുടെ സഖാവ് കനയ്യകുമാർ നടത്തിയ ആ ഇന്നലത്തെ പ്രസംഗം ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ വളരെ 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 പ്രധാനപ്പെട്ട ഒരു ന്യൂസായി തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു യുവ നേതാവിൻ്റെ അർദ്ധരാത്രികളുടെ ഒരു പ്രസംഗം എല്ലാ ചാനലുകളും ലൈവായി ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. CTV പോലുള്ള ചില ചാനലുകൾ മാത്രമേ അത് കണ്ടില്ലെന്ന് നടിച്ചിട്ടുള്ളൂ. ഇത് കാണിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പുതിയൊരു ഉയർച്ചയെ കൂടിയാണ്. ലാൽ പറഞ്ഞതുപോലെ ഒരു പക്ഷേ കനയ്യകുമാർ വരാനിരിക്കുന്ന സൂര്യോദയത്തിൻ്റെ ജേതാവാകാം. ശ്രീ TG മോഹൻദാസ്, അതാണ് നിങ്ങൾ കാണാതെ പോകുന്ന കാര്യം. കഴിഞ്ഞ ചരിത്രത്തെക്കുറിച്ചും ഓർമ്മകളിൽ ലാപ്സായ പോയ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ TG മോഹൻദാസ് ഇപ്പോൾ എടുത്തിടുന്നുണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ കാണേണ്ടത് ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഇന്നലെ മുതൽ നടന്നിരിക്കുന്ന കാര്യം. ഞാൻ അതാണ് നരേന്ദ്രമോദി പുലിവാല് പിടിച്ചോ എന്ന് ചോദിച്ചത്. ആവശ്യമില്ലാത്ത ഈ പ്രശ്നത്തിൽ നിങ്ങൾക്ക് തെളിവ് പോലും ഹാജരാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഈ കനയ്യകുമാർ വലിയ നേതാവാകുന്നു, മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു, വലിയ പ്രസംഗങ്ങൾ ആളുകളെല്ലാം കാണുന്നതും കേൾക്കുന്നതുമായ അവസ്ഥയിലേക്ക് എത്തുന്നു. അവിടെയാണ് കനയ്യകുമാറിനെ ശ്രദ്ധിക്കുന്നത്, നരേന്ദ്രമോദിക്ക് ഒന്നും പറയാനില്ലാതെ വരുന്നതും. അല്ല, ഞാൻ പറഞ്ഞത് റീസെൻറ്റ് പാസ്റ്റിലെ കാര്യമാണ്. മറ്റേ റിയാസ് പറഞ്ഞ പോലെ 1948 ഞാൻ പോയില്ല. 2 വർഷം മുമ്പ് നടന്ന കൂടംകുളം സമരത്തിലെ കേസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. റിയാസ് അതങ്ങോട്ട് കവച്ച് കടന്നു. മാത്രവുമല്ല, അല്ല ഇരിക്കട്ടെ, റിയാസ് വരട്ടെ, 48 വരട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ 124A കേസുകൾ രാജ്യമെമ്പാടും അങ്ങോട്ടും ഇങ്ങോട്ടും ചാർജ് ചെയ്തപ്പോഴൊന്നും ഈ ആവേശം ഒന്നും കണ്ടില്ല. ഇടതുപക്ഷം ഇവിടെയുണ്ട്. ഈ കാര്യങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകരുത്. മോഹൻദാസ് നുണ പറയുകയാണ് നിങ്ങൾ. പച്ച നുണയാണ് നിങ്ങൾ പറയുന്നത്. കൂട്ടുകാരാ പറയൂ. ശരി, ആയിക്കോട്ടെ. ഈ പച്ച നുണ കേട്ടിട്ട് അത് പച്ച നുണയാണെന്ന് പറയുക. നിങ്ങൾ ഈ നാട്ടുകാരെ മുഴുവൻ ഫാസിസ്റ്റ് എന്ന് വിളിക്കുകയും ആരെങ്കിലും സംസാരിക്കുമ്പോൾ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നത് ഒരു നല്ല സ്വഭാവമല്ല. നടന്നിട്ടുണ്ട്. കൂടംകുളത്ത് പോയിട്ടുള്ള ആളാണ്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നു. അറിയാവുന്നവരാണ്. നിങ്ങളൊന്ന് ക്ഷമിക്കൂ. മാത്രമല്ല ഈ അസഹിഷ്ണുതയാണോ? ഇതാണ് ലാൽ ഇത് കേൾക്കുവോ? ഇത് കേട്ടല്ലോ, ഈ അസഹിഷ്ണുത കേട്ടല്ലോ ഈ ചെറുപ്പക്കാരന്റെ. ഇതുപോലത്തെ അസഹിഷ്ണുക്കളെയാണ് JNU സൃഷ്ടിച്ചു വിടുന്നത്. ജാതിയുടെ ആളുകളെ ജീവിക്കാൻ അനുവദിക്കാത്ത, അതിനോട് പ്രതികരിക്കുന്ന ഒരു സമൂഹത്തെ, ഒരു ജനതയുടെ പ്രതീകമായിട്ട് JNU വളരുമ്പോൾ അതിനെ ഇതിനെയാണ് അസഹിഷ്ണുത. അസഹിഷ്ണുത എന്താണ്? തിരിച്ചറിയാൻ പഠിക്കണം. ഡോക്ടർ ലാൽ ഇടപെടണം. ദിസ് ഈസ് അൺഫെയർ. ഇല്ല ഡോക്ടർ ലാൽ അസഹിഷ്ണുതയുള്ള കാലഘട്ടത്തിൽ അസഹിഷ്ണുത ഉള്ളവരാക്കി മാറ്റുന്നത് ഈ വിദ്യാർത്ഥികളെ എന്നുള്ളത് കൂടി ഉണ്ട്. പറയൂ. ഞാനാകെ പറഞ്ഞത് എന്താ, കൂടംകുളത്തോ കോവൻ്റെ കാര്യത്തിലോ ഇല്ലാത്ത ആവേശം
JNUവിൽ ഉണ്ടാകാൻ കാരണം ഒന്നേ ഉള്ളൂ. JNUവിൽ ഒരു പാകിസ്ഥാൻ ആംഗിളുണ്ട്. ഞാൻ നേരത്തെ ഉപയോഗിച്ച വാക്കും ഇതാണ്, ഒരു പാകിസ്ഥാൻ ആംഗിൾ ഉണ്ട്. ശ്രീ ടി ജി മോഹൻദാസ്, ഈ കാര്യത്തിൽ എവിടെയാണ് പാകിസ്ഥാൻ ആംഗിൾ? അതുകൊണ്ടാണ് കാശ്മീരികളുടെ സ്വയം നിർണയ അവകാശത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുമ്പോൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് അഫ്സൽ ഗുരുവിൻ്റെ ചരമവാർഷികത്തിൽ അവർ കൂടുമ്പോൾ എങ്ങനെയാണ് അത് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിയും അനുകൂല നിലപാടുമാകുന്നത്? ആകുന്നത് എങ്ങനെയാണെന്ന് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പ്രതിഭ റാണി എഴുതി വെച്ചിട്ടുണ്ട്. ഈ മുദ്രാവാക്യങ്ങൾ തന്നെ ആ വിധിയിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് വായിക്കില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്തി അങ്ങനെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റിയില്ല. ഹാജരാക്കിയ വീഡിയോ ഫേക്ക് ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തെളിവുള്ളത്? ഞാൻ പറയുന്നത് ഈ ബെയിൽ ഓർഡറിൽ ഹൈക്കോടതി പറഞ്ഞ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അരവിന്ദ് കെജ്രിവാൾ ഒരു പാരലൽ അന്വേഷണം നടത്തിയിട്ട് എല്ലാവരും നിരപരാധികളാണെന്നൊക്കെ പറഞ്ഞ് വിട്ട് കാണും. അദ്ദേഹത്തിൻ്റെതായ നൗട്ടങ്കിയൊക്കെ നടത്താൻ അവിടെ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഹൈക്കോടതിയുടെ മുമ്പിലുള്ള പ്രശ്നത്തിൽ ഹൈക്കോടതി വിധി അനുസരിച്ചാണല്ലോ കനയ്യകുമാർ ഇപ്പോൾ ഇറങ്ങി നടക്കുന്നത്. ആ വിധിയിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഈ പാകിസ്ഥാൻ ആംഗിൾ വ്യക്തമായിട്ട് വരുന്നുണ്ട്. ശരി, ആ വിധിയെ സംബന്ധിച്ചുള്ള ചർച്ച നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയതാണ്. ശ്രീ ടി ജി മോഹൻദാസ്, ഞാനിപ്പോൾ അന്വേഷിച്ചത് ശ്രീ പ്രവീൺ, ശ്രീ കനയ്യകുമാർ ഒരു ദേശീയ നേതാവായി വളരുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ച അവസ്ഥയിൽ നിങ്ങൾക്ക് ഈ അടി കിട്ടുന്നത് നരേന്ദ്രമോദിക്ക് ഈ കനയ്യകുമാറിനെ പോലെ ഒരു ചെറുപ്പക്കാരിൽ നിന്ന്, ഒരു സാധാരണ ഒരു ഗ്രാമീണനിൽ നിന്ന്, JNU വിദ്യാർത്ഥിയിൽ നിന്ന്, ഗവേഷകരിൽ നിന്ന് ഈ തരത്തിലൊരു വെല്ലുവിളി ഉണ്ടാകുന്നത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതല്ലേ എന്നതായിരുന്നു എൻ്റെ ചോദ്യം. അതിനൊരു മറുപടി. ഇല്ല, ഞങ്ങളതൊരു വെല്ലുവിളിയായിട്ട് കാണുന്നില്ല. ലാലിനത് കാണാം. കാരണം 2 ലക്ഷം പേരുടെ യോഗമാണ് ഹാർദിക് പട്ടേൽ വിളിച്ചു കൂട്ടിയത്. കഴിഞ്ഞ ദിവസം ജന്തർ മന്ദിറിൽ ഞാൻ നോക്കിയപ്പോൾ 12 പേരുണ്ട്. അല്ല, ഇതിപ്പം അങ്ങനെയല്ല, കനയ്യകുമാർ അങ്ങനെ ആവില്ല, അദ്ദേഹം ലോകം മുഴുവൻ കീഴടക്കുന്നൊരു നേതാവായിട്ട് വരും എന്ന് ലാലിനും വാദിക്കാം, വരില്ല എന്ന് എനിക്കും വാദിക്കാം. അങ്ങനെയുള്ള വാദം എവിടെയെങ്കിലും എത്തുമോ? ഏതായാലും ഇങ്ങനത്തെ പൊങ്ങച്ചിലൊന്നും അങ്ങനെയുള്ളൊരു വാദം എന്തുകൊണ്ടാണ് കനയ്യകുമാർ ഹാർദിക് പട്ടേലിനെ പോലെ 12 പേരുടെ നേതാവായി മാറുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരുമോ? എന്താണ് കനയ്യകുമാറിന് ഈ ഘട്ടത്തിലെ പ്രസക്തി? മുഹമ്മദ് റിയാസ്. ഒന്ന്, ഹർദിക് പട്ടേലിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് അതുകൂടി കൂട്ടി ഞാൻ പറയുകയാണ്. ഹർദിക് പട്ടേൽ വിഷയവും കനയ്യകുമാർ വിഷയവും രണ്ടാണ്. ഗുജറാത്തിലെ പ്രധാനപ്പെട്ട ഒരു സമുദായമാണ് പട്ടേൽ സമുദായം. ആ പട്ടേൽ സമുദായത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഹൃതിക് പട്ടേൽ നടത്തിയത്. ഹൃതിക് പട്ടേൽ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ സമുദായം വളരെ സ്ട്രോങ് ബ്ലോക്കായി BJPക്കൊപ്പം ശ്രീ നരേന്ദ്രമോദിക്കൊപ്പം നിന്നതാണ്. അങ്ങനെ നിന്നവർ പിന്നീട് അഭിപ്രായ വ്യത്യാസം വരുന്നു, അതുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ വരുന്നു. കേരളത്തിൽ ഉൾപ്പെടെ BJP നേതാക്കാർ നടന്നു പ്രസംഗിച്ച സ്വർഗരാജ്യമാണ് ഗുജറാത്ത് എന്നുള്ളത് സ്വർഗരാജ്യമല്ല, നരകമാണെന്ന് ജനം അറിയുന്നു. അതിനുശേഷം നിങ്ങൾ നോക്കണം, ഹൃതിക് പട്ടേലിൻ്റെ സമരം ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാനത്തിൻ്റെ ഇൻ്റർനെറ്റ് കണക്ഷൻ കട്ട് ചെയ്യുകയാണ്. കാരണം അവിടുത്തെ ചെറുപ്പക്കാർ ഉൾപ്പെടെ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുന്നത് അവസാനിപ്പിക്കാൻ, സമരത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കാൻ. ഇവിടെ വിഷയം എന്താ? ഇവിടെ വിഷയം ഒരു സാമുദായിക പ്രശ്നമാണ്. പിന്നീട് അത് മറ്റ് വിഷയങ്ങളായി മാറി BJPയുടെ കാലിനടിയിലും മണ്ണൊലിച്ചു പോകുന്നു. ഗുജറാത്തിൽ കനയ്യകുമാർ വിഷയം അതല്ല. കനയ്യകുമാർ ഈസ് എ സിമ്പിൾ. അദ്ദേഹം ഒരു പ്രതീകമാണ്. അദ്ദേഹം ഒരു വ്യക്തി മാത്രമല്ല, ഒരു പ്രതീകമാണ്. അതെന്തിൻ്റെ പ്രതീകം? ഈ രാജ്യസ്നേഹിയായ, രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഏതൊരു യുവാവിനും ഒരു മാതൃകയാക്കാവുന്ന ഒരു ചെറുപ്പക്കാരനായി അദ്ദേഹം മാറുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഹീസ് എ സിമ്പിൾ ഫോർ ഇന്ത്യൻ യൂത്ത്. ഇന്ത്യയുടെ യുവത്വത്തിന് തീർച്ചയായും കനയ്യകുമാർ ഒരു പ്രതീകമാകുന്നു, ഒരു സിമ്പിളാകുന്നു. അവിടെയാണ് കനയ്യകുമാർ ഒരു വ്യക്തിയല്ല. കനയ്യകുമാറും JNUവിലെ വിദ്യാർത്ഥികളും ഉയർത്തിവിട്ട മുദ്രാവാക്യം ഈ കേരളത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിലേക്ക് യുവത്വത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഭാവിയിൽ ശ്രീ മോഹൻദാസിനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും മനസ്സിലാകും. പിന്നെ ഞാൻ 948 എന്ന് പറയുമ്പോൾ 948 നിങ്ങൾ ചെറുതായി കാണരുത്. ഇനിയും 100 കൊല്ലം കഴിഞ്ഞാലും 948 ഇന്ത്യ ഉള്ളിടത്തോളം വരെയുള്ള കാലമാണ്.
948 ജനുവരി 30 രാഷ്ട്രപിതാവിനെ കൊലപ്പെടുത്തിയ ദിനമാണ്. നിങ്ങൾക്കത് 948 പരിഹസിക്കുന്നതായിരിക്കും. പക്ഷെ കൊലപാതകിയായ ഗോഡ്സെയെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താ? ഗോഡ്സെക്ക് വേണ്ടി RSS ഗവേഷകരുടെ മുന്നിൽ നടത്തിയ പ്രസംഗം ഏത് തരത്തിലാണ് നിങ്ങൾക്ക് പ്രചോദനം ഉണ്ടാക്കുന്നത്? നിങ്ങൾക്ക് ഈ തരത്തിലൊരു ദേശവിരുദ്ധൻ തൽക്കാലം ജാമ്യത്തിൽ ഇറങ്ങി അങ്ങനെ ഒരു കനയ്യയായി മാത്രം മാറുകയാണോ ഇനി അങ്ങോട്ട്? ശ്രീലാൽ, വിയോജിക്കുന്നവരുടെ ശബ്ദത്തെ എപ്പോഴും രാജ്യദ്രോഹികളായിട്ട് ചിത്രീകരിക്കേണ്ടത് ഇങ്ങനെയുള്ളവരുടെ ആവശ്യമാണ്. അവരെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. JNU പോലുള്ള ക്യാമ്പസുകളിൽ, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പോലുള്ള ക്യാമ്പസുകളിൽ രോഹിത് വെമുലയും കന്നയ്യ കുമാറും അതുപോലെ FTIയിലെ പൊരുതുന്ന യുവതയൊക്കെ ഉള്ളിടത്തോളം കാലം വിയോജിപ്പിൻ്റെ ശബ്ദങ്ങൾ ഇവിടെ ഉയർന്നുകൊണ്ടേയിരിക്കും. അത് ഈ നാട്ടിലെ സാധാരണക്കാരന്, കഷ്ടപ്പെടുന്നവന്, നീതി നിഷേധിക്കപ്പെട്ടവന് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. ആ പ്രതീക്ഷ വരാനിരിക്കുന്ന കാലത്തെ, വരാനിരിക്കുന്ന വിപ്ലവ ാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ രാജാവായിരിക്കും, അതിൻ്റെ നേതാവായിരിക്കും കന്നയ്യകുമാർ. ഞങ്ങളുടെ നേതാവ്, ഈ നാടിൻ്റെ പുതിയ നേതാവായിട്ട് അയാൾ ഉയർന്നു വരിക തന്നെ ചെയ്യും. ശരിയാണ്, മോദി മാത്രമല്ല, സംഘി രാഷ്ട്രീയം പിടിച്ച പുലിവാലാണ് കന്നയ്യകുമാറും JNUവും. അത് തുടരുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. ശ്രീ TG മോഹൻദാസ്, അവിടെയാണ് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്. ഇന്ന് വരെ ഒരുപക്ഷെ ഇന്ത്യ മുഴുവൻ ഈ രീതിയിലൊരു യുവ നേതാവിൻ്റെ പ്രസംഗം ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ കേട്ടിട്ടുണ്ടാകില്ല, ഈ രീതിയിൽ അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല. അവിടെയാണ് RSS പ്രത്യയശാസ്ത്രത്തിൻ്റെ ആ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് മോദി നടത്തുന്നത്, അതിൻ്റെ ഇരയാണ് താൻ എന്ന് കനയ്യ പറയുമ്പോൾ ഈ രീതിയിലുള്ള ശ്രദ്ധ കിട്ടുന്നതും. അങ്ങനെയാണെങ്കിൽ ലാൽ കനയ്യകുമാർ മെല്ലെ അതിൻ്റെ ഇരയായിട്ട് മാറുന്നു എന്നെനിക്ക് തോന്നുന്നു. കാരണം കനയ്യകുമാറിൻ്റെ ഈ പ്രസംഗത്തിൽ പലതവണ ത്രിവർണ്ണ പതാക പാറിക്കളിക്കുന്നത് കാണിച്ചു. 1-2 തവണ ആരൊക്കെയോ ജയ് ഹിന്ദ് വിളിക്കുന്നുണ്ടായിരുന്നു. ഇതൊരു 20 ദിവസം ജയിലിൽ കിടന്നതിൻ്റെ ഫലമാണെങ്കിൽ അടുത്തൊരു 20 ദിവസം കൂടെ കടന്നു കഴിഞ്ഞാൽ വന്ദേ മാതരം എന്നും ഭാരത് മാതാ കി ജയ് എന്നും ഒക്കെ കനയ്യകുമാർ വിളിക്കുകയാണെങ്കിൽ പിന്നെ നരേന്ദ്രമോദിയുടെ ഇരയായി കഴിഞ്ഞു എന്ന് നമുക്ക് ഇത്രയും പരിചയസമ്പന്നനായ അനുഭവസമ്പന്നനായ താങ്കൾക്ക് ഒരു രാഷ്ട്രീയ നിരീക്ഷണം നടത്തുമ്പോൾ ഒരു ത്രിവർണ്ണ പതാക ആദ്യം പറയൂ, JNUക്കാർ എന്തിനാണ് ഇന്ത്യക്കെതിരെ നിൽക്കേണ്ടത്? ഞങ്ങൾ എന്നാണ് ദേശദ്രോഹികളായത്? എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഓരോ ധാരണകൾ ഉണ്ടാക്കാൻ സാധിക്കുക? ത്രിവർണ്ണ പതാകയും ജയ് ഹിന്ദ്, ഞങ്ങൾ രാജ്യവിരുദ്ധരല്ല, ഈ രാജ്യത്തിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. ഇവിടെയുള്ള സാധാരണക്കാരന്റെ ടാക്സ് മണി ഉപയോഗിച്ച്, അവരുടെ നികുതി ഉപയോഗിച്ച് തന്നെയാണ് ഞങ്ങൾ പഠിക്കുന്നത്. അതിനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾ കാണിക്കുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. മോഹൻദാസ്, അതിനിടയിൽ മുഹമ്മദ് റിയാസോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നാണ് നിങ്ങൾക്ക് ത്രിവർണ്ണ പതാക ഇത്രമാത്രം? എന്നാണ് ശ്രീ മോഹൻദാസ് നിങ്ങൾ ത്രിവർണ്ണ പതാകയെ അംഗീകരിച്ചത്, സ്നേഹിച്ചതും? കാവിയായിരിക്കണം രാജ്യത്തിന്റെ പതാക എന്ന് പറഞ്ഞവരല്ലേ സംഘപരിവാർ RSS. എന്നാണ് നിങ്ങൾക്ക് ത്രിവർണ്ണ പതാകയോട് സ്നേഹം വന്നത്? ശ്രീ മോഹൻദാസ്, താങ്കൾ പറഞ്ഞോളൂ. കഴിഞ്ഞോ? ഒരിക്കലും ഇല്ല, അവസാനിക്കില്ല. അവസാന ശ്വാസം വരെ ഞങ്ങൾ സമരം ചെയ്യും, ഒരു സംശയം വേണ്ട, അത് അവസാനിക്കില്ല. ശ്രീ പ്രവീൺ പറയട്ടെ, ശ്രീ TG മോഹൻദാസ് പറയട്ടെ. ഇല്ല, അത് സാധ്യമല്ല. പ്രവീൺ JNUവിൻ്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ പ്രവീണിന് ഈ ലങ് പവർ ഉപയോഗിച്ച് ആൾക്കാരെ കീഴടക്കുന്ന സ്വഭാവം പെട്ടെന്നൊന്നും മാറില്ല. റിയാസിന് അത് ഉണ്ടായിരുന്നതല്ല. റിയാസും പക്ഷേ ഇന്നത് കാണിക്കുന്നു, അതാണ് എനിക്ക് അത്ഭുതം. റിയാസ് ശാന്തമായിട്ട് കേട്ടിട്ട് മറുപടി പറയുന്ന ആളായിരുന്നു. പ്രവീണിനെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഏതായാലും ഇരിക്കട്ടെ, ഈ വെറുതെ ഈ ബഹളം വെച്ചുകൊണ്ടായോ? ഇപ്പോഴും ആ കുട്ടി ജാമ്യത്തിലാണ്. നിങ്ങളെല്ലാം കൂടെ ഊതി വീർപ്പിച്ച് അയാളെ കൊണ്ട് വല്ല കടുങ്ങുകയും ചെയ്യിച്ചിട്ട് ജാമ്യം ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകരുത്. കടുത്ത വ്യവസ്ഥകളോടെയാണ് ജാമ്യം കൊടുത്തിട്ടുള്ളത്. ആ ഓർഡറൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റിയാസ് വായിച്ചിട്ടുണ്ട്, എനിക്കറിയാം. ഒന്ന് ശ്രദ്ധിച്ചേക്കൂ റിയാസ്, വെറുതെ ഇങ്ങനെ ഊതി വീർപ്പിച്ച് വീണ്ടും കുഴപ്പമുണ്ടാക്കല്ലേ. പേടിക്കണ്ട, നിങ്ങൾ ഉണ്ടാക്കുന്ന കുഴപ്പമൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ, ഇനി ഉണ്ടാക്കിയേയില്ല. അതിനുള്ള രാഷ്ട്രീയ ബോധമൊക്കെ ഞങ്ങൾക്കുണ്ട്. ഇല്ലാത്ത കാര്യങ്ങളെല്ലാം ഊതി വീർപ്പിച്ച്, ഇല്ലാത്ത പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യങ്ങളെല്ലാം ഊതി വീർപ്പിച്ച് JNUവിനെ വിച്ഛേദം ചെയ്ത ആൾക്കാരാണ് നിങ്ങൾ. ആ രാഷ്ട്രീയ ഗൂഢാലോചന, ആ രാഷ്ട്രീയ കുടിലത, അതും മറക്കില്ല ഞങ്ങൾ. പൊരുതും എന്ന് പറയുന്ന തമാശയ്ക്കൊന്നുമല്ല, ഇതുവരെ അങ്ങനെ തന്നെയായിരുന്നല്ലോ ചരിത്രം. JNU ഉണ്ടായ കാലം മുതൽ വലതുപക്ഷ രാഷ്ട്രീയം വേട്ടയാടുന്നവരാണ് JNUവിലുള്ളവർ. അത് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽക്കാവട്ടെ, ഇതിനു മുമ്പ് എത്രയോ വട്ടം ഞങ്ങളിത് കേട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണല്ലോ ABVP ഉയർന്നു വന്നത്. ഒരു രാഷ്ട്രീയ പ്രതിപക്ഷം എന്ന രീതിയിൽ ABVP എല്ലാ രീതിയിലും ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്. അവരുടെ ശബ്ദം ഞങ്ങൾ കേൾക്കുന്നുണ്ട്, അവരുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട്. പക്ഷെ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച അസഹിഷ്ണുത, ആ അസഹിഷ്ണുതയുടെ രോഹിത് വെമുലയിൽ നിങ്ങൾക്ക് പറ്റിയ അബദ്ധം മറയ്ക്കാൻ വേണ്ടി JNUവിനെ പിടിച്ചതാണ് നിങ്ങൾക്കിപ്പോ
വലിയ അബദ്ധമായി മാറുന്നത് എന്ന് തന്നെ കാണണം. അത് നിങ്ങൾ തിരിച്ചറിയണം. മറ്റു വല്ല തന്ത്രവും ഈ സമയത്ത് മെനഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കത് വലിയ തിരിച്ചടിയാകുക തന്നെ ചെയ്യും. അല്ല ലാൽ, ഞാനേ ഈ കോളേജിൽ ഒറേറ്ററി ക്ലബ്ബൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒരുപാട് കുട്ടികളുടെ പ്രസംഗം പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. ഇപ്പോൾ ഈ പ്രവീൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഈ പ്രസംഗം ഞാനങ്ങ് പ്രോത്സാഹിപ്പിച്ചതാണ്. കാരണം സംവാദത്തിലെ ഒരു മര്യാദ ഡോക്ടർ ലാലിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നും എനിക്ക് മനസ്സിലായി. 30 സെക്കൻഡ് എൻ്റെ വാക്കുകൾ താങ്ങാനുള്ള ശേഷി ആ ചെറുപ്പക്കാരനില്ല. അതിനു മുമ്പ് അങ്ങേര് കയറി ഇടപെട്ട് കളയും. അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കും. ഇത്തരത്തിലുള്ള വികാരങ്ങളെ മാനിക്കാൻ ഈ രാജ്യം പഠിക്കേണ്ടതാണ്. ചെറുപ്പക്കാരുടെ വോട്ട് കിട്ടി വന്ന നരേന്ദ്രമോദിയല്ലേ രാജ്യം ഭരിക്കുന്നത്? ആ ചെറുപ്പക്കാരെ നിങ്ങൾ ഈ രീതിയിൽ ദേശദ്രോഹികളാക്കി മുദ്ര കുത്തി ജയിലിലിടുമ്പോൾ ഈ കാര്യം ഒന്നറിയണ്ടേ? അവരുടെ ചെറുപ്പത്തെ അംഗീകരിച്ച് കൊടുക്കണ്ടേ? ആ ഗവേഷകരുടെ അവകാശങ്ങളെ നിങ്ങൾ അംഗീകരിച്ച് കൊടുക്കണ്ടേ? അത് അങ്ങനെ കാണണ്ടേ? അതിനുള്ള മനസ്സുള്ള ആളായിരുന്നല്ലോ ടി ജി മോഹൻദാസും. അല്ല, കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന്. എനിക്ക് ഇത്രയേ ഉള്ളൂ. ഡോക്ടർ ലാൽ എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു, അരമണിക്കൂർ നേരം പ്രവീൺ എന്ന JNU വിദ്യാർത്ഥിയുടെ പ്രസംഗം കേൾക്കാൻ വരണമെന്ന് പറഞ്ഞാൽ ഞാൻ വന്നിരുന്നേനെ. എനിക്കെന്താ കുഴപ്പം? ഞാൻ ഇതിലും വലിയ പ്രസംഗം കേൾക്കുന്ന ആളല്ലേ. അതുകൊണ്ട് പ്രവീണിന്റെ പ്രസംഗം കേൾക്കാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഡിസ്കഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ ടി ജി മോഹൻദാസിനും അറിയാം സമയത്തിന്റെ പരിമിതി അറിയാം. താങ്കളെ ഞാൻ അവസാനിപ്പിക്കാൻ മുഹമ്മദ് റിയാസ് പെട്ടെന്ന് 10 സെക്കൻഡിൽ. ശ്രീ ടി ജി മോഹൻദാസ് എന്നോട് ചോദിച്ചു, കോടതി വിധി റിയാസ് വായിച്ചു കാണുന്ന ഉറപ്പാകും. തീർച്ചയായിട്ടും ഞാൻ വായിച്ചിട്ടുണ്ട്. ആ കോടതി വിധി വായിച്ചിട്ടുണ്ട്. കനയ്യകുമാറിൻ്റെ പ്രസംഗം ഞാൻ യൂട്യൂബിൽ കേട്ടിട്ടുണ്ട്. അതിൻ്റെ മറ്റു കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട്. കോടതി വിധിയിൽ തന്നെ ശ്രീ ടി ജി മോഹൻദാസ് ശ്രദ്ധിക്കേണ്ടത്, കോടതി ചോദിച്ച ചോദ്യമുണ്ട്. ഒന്ന്, രാജ്യദ്രോഹ കുറ്റം എന്നാൽ എന്താണ്? കോടതി ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം, തെളിവില്ലാതെ ഒരു തെളിവുമില്ലാതെ നിങ്ങൾ എന്തിനാ അറസ്റ്റ് ചെയ്തു? ഡൽഹി ഹൈക്കോടതി ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. 3 ആഴ്ചക്കാലം എന്തിന് ജയിലിലടച്ചു? ഇതോടൊപ്പം എഡിറ്റ് ചെയ്ത വീഡിയോ കയറ്റിയതിനെ കുറിച്ച് നിങ്ങൾ മുണ്ടിയിട്ടില്ല. നിങ്ങളുടെ സ്മൃതി ഇറാനിയുടെ ഏറ്റവും അടുത്ത ഒരാളാണ് ചെയ്തതെന്ന് പിന്നീട് കാര്യങ്ങൾ പുറത്തു വരുന്നു. അപ്പൊ ഇവിടെ കാര്യങ്ങൾ വ്യക്തമാണ്. ഒരു തെളിവുമില്ലാതെ രാജ്യസ്നേഹപരമായ നിലപാട് കൈക്കൊള്ളുന്നതാണ്. അത് അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ നേരത്തെ ഇടപെട്ടത് അല്ല, ഞാൻ വളരെ കൃത്യമായി കോടതി നടത്തിയ പരാമർശങ്ങൾ ഞാൻ ഓരോന്നോരോന്ന് എടുത്ത് പറയും. അങ്ങെന്തിന് ഭയപ്പെടുന്നു? എന്നെ പറയാൻ അനുവദിക്കൂ. എന്നെ പറയാൻ അനുവദിക്കൂ. ഇവിടെ നിങ്ങളുടെ പോലീസ് തലകുനിച്ചു. കോടതിയിൽ ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച ആള് തലകുനിച്ചു. കോടതി എന്തായാലും ഒരു പരാമർശം നടത്തി. രാജ്യദ്രോഹം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട് സർക്കാരിനോട്. അത് അങ്ങ് മറക്കേണ്ട. അത് വിധിയിലല്ല, അത് പരാമർശമാണ്. എന്തായാലും JNUവിലെ യുവാക്കളുടെയും രാജ്യസ്നേഹികളായ യുവാക്കളുടെയും ശബ്ദം, പ്രസംഗം ഇനിയിപ്പോൾ നരേന്ദ്രമോദിക്ക് കൂടുതലായി കേൾക്കേണ്ടി വരും എന്നാണ് കനയ്യയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ടി ജി മോഹൻദാസ്, ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ പ്രവീൺ.